ഡീൽ ആരോപണം തന്നെയാണ് ഈ ഘട്ടത്തിലും മുന്നിട്ട് നിൽക്കുന്നത്. സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കേരളത്തിൽ ക്യാമ്പ് ചെയ്ത പ്രവർത്തകർ നേതൃത്വം നൽകുന്നു. ഇന്ന് പ്രകാശ് കാരാട്ട് വരുന്നു, ബൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി എത്തുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJP പ്രവർത്തകരെ ആവേശത്തിലാക്കി വലിയ പ്രതീക്ഷ അവർക്ക് നൽകിക്കൊണ്ട് ഇന്നലെ പ്രചരണത്തിന് ഇറങ്ങുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും താഴെത്തട്ട് മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കൾ വരെ പ്രചരണ രംഗത്ത് സജീവമാണ്. ഞാനിപ്പോൾ ഉള്ളത് വട്ടിയൂർക്കാവ് മണ്ഡലമാണ്. വട്ടിയൂർക്കാവ് നമുക്കറിയാം ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഒന്നാണ്. 2016 കെ മുരളീധരൻ ജയിച്ച മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിലൂടെ VK പ്രശാന്ത് പിടിച്ചെടുക്കുകയായിരുന്നു. പ്രശാന്ത് ഇപ്പോൾ ഭവന സന്ദർശനം, നമുക്കറിയാം സാധാരണ ആദ്യ ഘട്ടങ്ങളിലാണ് ഭവന സന്ദർശനം, പിന്നീട് റോഡ് ഷോയിലൂടെ കൂടിയാണ് പരമാവധി ആളുകളെ നേരിട്ട് അങ്ങനെ കാണാൻ ശ്രമമാണ് സ്ഥാനാർത്ഥി നടത്താറുള്ളത്. പക്ഷേ ഉച്ചവരെ ഈ ഭവന സന്ദർശനവും അതിനുശേഷം റോഡ് ഷോ എന്ന നിലയിലേക്ക് പ്രശാന്തിന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നു. അത്രയ്ക്ക് തീവ്രമായ പോരാട്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. എല്ലാ വോട്ടർമാരും ഒരാളെ പോലും വിട്ടുപോകാതെ മുഴുവൻ വോട്ടർമാരെ നേരിൽ കാണാൻ ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വട്ടിയൂർക്കാവിൽ നമുക്കറിയാം ആദ്യഘട്ടം മുതൽ ഈ ഡീൽ ആരോപണം ഉയർന്നു വന്ന ഒരു മണ്ഡലം കൂടിയാണ്. BJPക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJPയും കോൺഗ്രസും നടത്തിയ ഒരു നിയമസഭാ മണ്ഡലം. അത് തിരിച്ചുപിടിക്കുക VK പ്രശാന്ത് എന്ന MLAയുടെ ജനകീയതയിൽ, VK പ്രശാന്ത് എന്ന MLAയുടെ ജനപിന്തുണയിൽ ആ തിരിച്ചടികൾ മറികടക്കാമെന്ന പ്രതീക്ഷയാണ് CPM-നും ഇടതുമുന്നണിക്കുമുള്ളത്. ഡീൽ ആരോപണം ഇപ്പോഴും ശക്തമായി തന്നെ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നു. തിരികെ കോൺഗ്രസിനെതിരെയാണ് LDF-ന്റെ ആരോപണം. ഇന്നലെ ഒരു വെബ്സൈറ്റിൽ, ജോലി നൽകുന്ന വെബ്സൈറ്റിൽ 515 രൂപയ്ക്ക് റാലിയിൽ പങ്കെടുക്കാൻ, കോൺഗ്രസ് റാലിയിൽ പങ്കെടുക്കാൻ ആളുകൾ വേണമെന്നൊരു ആവശ്യം വന്നിരുന്നു. അത് വിവാദമായി മാറിയിരിക്കുന്നു. അതും LDF-നെതിരെയുള്ള ആരോപണമായി കെ മുരളീധരൻ ഉന്നയിക്കുന്നു. ഡീലാണ് വട്ടിയൂർക്കാവിലാണ് ഏറ്റവും ശക്തമായ ഡീല് കേട്ടു തുടങ്ങിയത്. എന്താണ് ഇപ്പോഴത്തെ ഒരു ഡീലിന്റെ അവസ്ഥ? അല്ല, ഡീലുണ്ടാക്കി വലിയ ചരിത്രമുള്ളത് കോൺഗ്രസാണ്. കോൺഗ്രസ്സാണല്ല ഇപ്പോഴും ആ നിലയിൽ. ഇപ്പൊ നേമത്തെ BJP നേരത്തെ അക്കൌണ്ട് തുറന്നത് അങ്ങനെയാണ്, തൃശ്ശൂരിൽ സംഭവിച്ചത് അങ്ങനെയാണ്. അപ്പൊ അത്തരം ഡീലുകൾ നടത്തി പരിചയമുള്ള ആളുകൾ എപ്പോഴും അതിന്റെ ഓർമ്മ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പോ ഏതാണ്ട് പരാജയം ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഡീൽ ആരോപണം ആദ്യമേ ഉന്നയിക്കുന്നത്. സാധാരണഗതിയിൽ മത്സരം കഴിയുമ്പോഴാണല്ലോ ഇതൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത്. ഇവിടെ ഇപ്പൊ തിരിച്ചാണ്. ഇപ്പൊ LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, പരമാവധി വികസനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ വീണ്ടും ജയിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ എതിരാളികളെയൊന്നും വിലവർച്ചൊന്നും കാണുന്നില്ല. അവർ കരുത്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിനനുസരിച്ച് ഞങ്ങളും പ്രചരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാധാരണ ഇതൊരു വാഹന പരിഗണനത്തിന്റെ സമയമാണ്, ഉച്ചയ്ക്ക് അത് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ കൂടി വീട് കയറുകയാണ്. മുഴുവൻ സമയവും ഫീൽഡിലാണ്. അതെ, തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ നമ്മൾ പരമാവധി വീടുകളിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പൊ നിർഭാഗ്യവശാൽ ഇലക്ഷന് വളരെ കുറച്ച് സമയമാണല്ലോ കിട്ടിയത് പ്രചരണത്തിന്. അപ്പൊ അതുകൊണ്ട് അതിന് സമയം വളരെ കുറവാണ്. മാത്രമല്ല കടുത്ത ചൂടാണല്ലോ, ഏതാണ്ട് 37 ഡിഗ്രി ഇന്നലെ എത്തിയെന്നാണ് കണക്ക്. അപ്പൊ ആ ചൂടിനിടയിൽ വേണം വീടുകൾ സന്ദർശിക്കാൻ. അപ്പൊ അത് പരമാവധി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കാരണം വീടുകളിൽ പോകുമ്പോഴാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുന്നത്, അവരുടെ പരാതികൾ കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ജനപ്രതി എന്ന നിലയിൽ അത്തരം കേൾക്കുന്ന കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം ഡയറി കുറിച്ച് വെക്കുകയാണ്. അപ്പൊ അത് പിന്നീട് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾക്കും കിട്ടുന്ന ഒരു അനുഭവമാണ്. പിന്നീട് ജനപ്രതിനിധിയാകുമ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. 3 മുന്നണികൾക്കും സ്വാധീനമുള്ള പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. ആരാണ് താങ്കൾ ജയിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്? തൊട്ടു പിന്നിൽ ആരാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ? അല്ല, ഇപ്പോ ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ ഇത്തരം ഡീൽ ആരോപണം അടക്കം ഉന്നയിച്ച് ഒരു പരാജയ ഭീതി അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ BJP മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്. ഇപ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആളെ കൂട്ടാൻ വേണ്ടി പരസ്യം ചെയ്യുന്നു എന്ന നിലയ്ക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. VK പ്രശാന്തിന്റെ തരംതാണ രാഷ്ട്രീയമെന്നാണ് മുരളി വിമർശിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട അവസ്ഥ നമുക്കില്ലല്ലോ, അവർക്കാണ് അതുള്ളത്. ആ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധം CPM-നുണ്ട്? അത് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അത് അവരന്വേഷിക്കട്ടെ. ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്ത് അന്വേഷണം വേണം നടത്തിക്കോട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം അതിനകത്തുള്ളത്, ശ്രീ കെ മുരളീധരനെ പോലുള്ള ഒരു സീനിയർ നേതാവ് എതിർ സ്ഥാനാർത്ഥിക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു സീനിയോറിറ്റി വെച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ തരംതാണ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോകരുത് എന്നുള്ളതാണ് എനിക്കും അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളുമായിട്ടാണ് ഡീല്. അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായേക്കാം. അപ്പൊ അത് നമ്മൾ ജനങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ടും അവർക്ക് ഞങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. അത്രേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. കോൺഗ്രസ് പിന്നിൽ പോവുകയാണ്. അപ്പോൾ രണ്ടാമത് BJP കയറി വരികയാണോ? അങ്ങനെയാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പൊ പുറത്തു നിന്നും ആളുകളെ കൊണ്ടുവരേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പോകുന്നുണ്ടെന്നാണ് ഇപ്പൊ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. വിജയം ഉറപ്പാണ്? തീർച്ചയായിട്ടും വിജയം ഉറപ്പാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. വട്ടിയൂർക്കാവിന്റെ വികസനം, പേർക്കടയുടെ വികസനം ഉൾപ്പെടെ ഈ കാലയളവിൽ സാധ്യമാവുകയാണ്. അപ്പൊ ജനങ്ങളുടെ കൺമുമ്പിൽ ഈ ദൃശ്യങ്ങളുണ്ട്.
ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നെട്ടയം മേഖലയിലാണ്. ഇവിടെ മലമുകൾ റോഡടക്കം BM&BC ചെയ്തിരിക്കുകയാണ്. പേരൂർക്കട മണികണ്ഠേശ്വരം റോഡ് ചെയ്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മേലത്തുമേലെ റോഡ് ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ വലിയ വികസനം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നഗരസഭാ റോഡുകളും ഇപ്പൊ MLA ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഇടപെടൽ 63 കോടി രൂപ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നഗരസഭാ റോഡുകൾ നന്നാക്കാൻ വേണ്ടി ചെലവഴിച്ചു. ഈ പ്രദേശത്തും റോഡ് നഗരസഭയുടെ റോഡാണ്. അപ്പൊ അതടക്കം ഞങ്ങൾ MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ആ നിലയിൽ ഞങ്ങൾ ഇടപെടുകയാണ്. ഭൂരിപക്ഷം പ്രവചിക്കാൻ പറ്റും ഈ ഘട്ടത്തിൽ? ഞാൻ ആദ്യം മുതൽ പറഞ്ഞു, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് എത്തും. അപ്പൊ 21,000-ന് മുകളിൽ ഭൂരിപക്ഷം എന്തായാലും വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വ്യക്തമാക്കാൻ വേണ്ടി കഴിയും. ഇതാണ് VK പ്രശാന്തിന്റെ ആത്മവിശ്വാസം. ഇതാണ് ഈ മണ്ഡലത്തിലെ ഒരു പൊതുചിത്രം. അതിശക്തമായ പോരാട്ടം നടക്കുന്നു വട്ടിയൂർക്കാവിൽ. ഓരോ ദിവസവും ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇടതുമുന്നണിയുടെ VK പ്രശാന്തിന്റെ കണക്കൂട്ടനുസരിച്ച് കോൺഗ്രസ് ഇവിടെ പിന്നിൽ പോകുന്നു. UDF പരാജയ ഭീതിയിലാണ്. BJP തൊട്ടു പിന്നിലേക്ക് എത്തുന്നു, 2ാം സ്ഥാനത്തേക്ക് എത്തുന്നു എന്നൊരു വിലയിരുത്തലാണ് VK പ്രശാന്തും ഇടതുമുന്നണിയും നടത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ അപ്രവചനീയമാകുന്നു വട്ടിയൂർക്കാവ്. ഇത് ഒരു മണ്ഡലത്തിന്റെ മാത്രം കാര്യമല്ല. തിരുവനന്തപുരത്ത് നേമമായാലും കഴക്കൂട്ടമായാലും കാട്ടാക്കടയും അരുവിക്കരയും അതുപോലെ തന്നെ പാറശാലയും നെയ്യാറ്റിൻകരയും വർക്കലയും ഒക്കെ സമാന സ്ഥിതിയാണ്. ഒരിടത്തും പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മത്സരം ശക്തമാകുന്നു. വലിയ പ്രതീക്ഷ ഇവിടെ LDF-നുണ്ട്. കാരണം 14-ൽ 13 വിജയിച്ച മുന്നണിയാണ് തിരുവനന്തപുരത്ത് ഇടതുമുന്നണി. കോവളവും ഇത്തവണ പിടിച്ചെടുക്കുമെന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. സിനിമാ താരം സുധീർ കരമനെ ഇറക്കി തിരുവനന്തപുരത്തും ശക്തമായ മത്സരം ഉണ്ടാക്കാൻ ഇടതുമുന്നണിക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിശക്തമായ പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങൾ മാറുന്നു. മറ്റ് ജില്ലകളിലും സമാനമാണ് സ്ഥിതി. BJP-യുടെ ശക്തി പെടൽ, BJP-യുടെ വരവ് ഈ ഓരോ മണ്ഡലങ്ങളിലും മത്സരത്തെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു, മത്സരഫലത്തെ കൂടുതൽ പ്രവചനാതീതമാക്കുന്നു. മാത്രമല്ല ഈ ഡീൽ ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു നിൽക്കുന്നു. നമുക്കറിയാം CPM-നെതിരെ കോൺഗ്രസിനെതിരെ CPM ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ദേശീയതലത്തിൽ രണ്ട് പാർട്ടികളും ഒരു മുന്നണിയുടെ ഭാഗമാണ്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ACC പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവർ CPM BJP ഡീൽ എന്ന് ആരോപിക്കുമ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയായി. വലിയ അതൃപ്തി CPM നേതാക്കൾ അതിൽ പ്രകടിപ്പിച്ചതാണ്. ഇന്ന് രാഹുൽ വീണ്ടും കേരളത്തിലെത്തുമ്പോൾ ഡീലിൽ രാഹുൽ എന്താണ് പറയാൻ പോകുന്നത്? സ്വാഭാവികമായും CPM അവരുടെ കൂട്ടുകക്ഷിയാണ് ദേശീയ തലത്തിൽ. അത്തരമൊരു പാർട്ടിക്കെതിരെ രാഹുൽ വീണ്ടും ഡീൽ ആരോപണം ഉന്നയിക്കുമോ? SDPI പിന്തുണ ആർക്കാണ്? ജമാഅത്തെ ഇസ്ലാമി പിന്തുണ ഇതിനകം UDF-ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ മറികടക്കാൻ അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ചീത്തപ്പേര് മറികടക്കാൻ CPM-ന്റെ SDPI ബാന്ധവം കോൺഗ്രസ് ഇതിനകം ആയുധമാക്കി കഴിഞ്ഞു. BJP ആകട്ടെ രണ്ട് മുന്നണികളും വർഗീയ ശക്തികളുമായി ചേരുന്നുവെന്ന വിമർശനവുമായി രംഗത്തുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും സങ്കീർണമായ എല്ലാത്തരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെയും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്യന്തം വീറിലേക്കും വാശിയിലേക്കും പോവുകയാണ്. അഭിലാഷ്, ഇനി ഇതാ വോട്ടെടുപ്പിന് കേവലം 10 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദേശീയ നേതാക്കൾ കൂടി കേരളത്തിലേക്ക് എത്തുന്നു. ഒപ്പം വെറും ആശയം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കൂടി കടക്കുമ്പോൾ ആണ് ഈ ഡീൽ ആരോപണത്തിൽ ഉൾപ്പെടെ വിവിധ നേതാക്കൾക്ക് എന്ത് മറുപടിയാണ് നൽകേണ്ടതായി വരുന്നത് എന്നത് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.